ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി അമ്മയുടെ പ്രതികരണം ഉടനടി വേണമെന്ന് പറഞ്ഞ ആദ്യത്തെ ആൾ ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് ആരോട് വേണം ചോദിക്കാം. ആ അമ്മയിൽ ഞാൻ പറഞ്ഞു നമ്മളിത് പ്രതികരിക്കണം. കാരണം പൊതുസമൂഹം അവർ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറി സിനിമ കാണുന്നതുകൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബം പോറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊതുജനത്തോട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നാച്ചുറലി പൊതുജനം ഇതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു റിപ്പോർട്ട് വരുമ്പോൾ അതിൻ്റെ നമുക്കറിയാവുന്ന സത്യാവസ്ഥകൾ നമ്മൾ ജനവുമായിട്ട് കൺവേ ചെയ്യണം. ജനത്തിനത് വിശ്വാസം വരണം. കാരണം നമ്മുടെ കൂട്ടത്തിൽ അമ്മയെന്ന് പറയുമ്പോൾ അതിനകത്ത് സൂപ്പർ സ്റ്റാറുകൾ തൊട്ട് ചെറിയ താരങ്ങൾ വരെയുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ആർട്ടിസ്റ്റുകൾ വരെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒരാളെയും അതിന് എത്ര ഉന്നതനാകട്ടെ ഇതിൻ്റെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ആളായപ്പോലും തെറ്റുകാരനാണെന്ന് കണ്ടെത്തിയാൽ ഉറപ്പായിട്ടും അമ്മ അതിനെ ഒഴിവാക്കണം, അത് പ്രതികരിക്കണം എന്ന് പറഞ്ഞ ആദ്യത്തെ ആളുടെ കൂട്ടത്തിൽ. താങ്കൾക്ക് എപ്പോഴെങ്കിലും ഈ ഒരു പവർ ഗ്രൂപ്പ് അങ്ങനെയൊക്കെയുള്ള ഫീൽ ഉണ്ടായിട്ടുണ്ടോ? ഇത് എനിക്കത് ഏത് ക്ലാസിഫിക്കേഷനിലാണ് മാഡം ഇത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ മൊഴി കൊടുത്തവർ ഇത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകും. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഉദ്യോഗതലത്തിൽ നിങ്ങളുടെ പ്രസ് മാധ്യമം എടുക്കുക, മാതൃഭൂമി ന്യൂസ് എടുക്കുക, അവിടെ നിങ്ങളുടെ ഹയറാർക്കി അനുസരിച്ച് എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് സീനിയർ ഓഫീസേഴ്സ് ജൂനിയർ ഓഫീസേഴ്സൊക്കെ ഇല്ലേ. അപ്പോൾ അത് സിനിമയിലുണ്ടാവുമല്ലോ, ക്വൈറ്റ് നാച്ചുറൽ അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ പവർ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ, എനിക്കതിനകത്തൊന്നും പറയാനില്ല, ഞാനെന്തോ പറയാനാ. ഇപ്പം എന്തായാലും നമ്മൾ ഇപ്പം ഞാനൊരു സിനിമ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ചില ആൾക്കാരെ കണ്ടാൽ നമ്മൾ കണ്ട ഉടനെ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നവരുണ്ട്. ചില കണ്ട അളിയാ മോർണിംഗ്, ചില കണ്ട എന്തുവാടാ മോർണിംഗ് കേട്ടോ. ഇത് അവർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളൊരു സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 രീതി നമ്മൾ പ്രതികരിക്കുന്നത്. എന്ന് പറയുന്ന പോലെ സിനിമാ ഫ്രട്ടേണിറ്റിക്ക് അകത്ത് 3 തലത്തിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ ഒരു പവർ ഗ്രൂപ്പ് ഒരു പക്ഷേ എൻ്റെ അറിവില്ലായ്മയായിരിക്കാം. കാരണം എൻ്റെ അറിവിൽ അങ്ങനെ ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് 3-ൽ നിന്നും അതിപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ആരോപണത്തിൽ അഭിനയം മാത്രമല്ല സംവിധാനവും നിർമ്മാണവും ഒക്കെ ചേർന്നിട്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകാം. എനിക്ക് ഉണ്ടോ ഇല്ലയോ അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല. ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ.